രവികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഇന്ത്യയിലെ പുതിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തരംഗമാവുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കേവലം ദിവസങ്ങൾ കൊണ്ടാണ് പല മുഖ്യധാര പാർട്ടികളുടെ ഫോളോവേഴ്സിനെ പോലും പിന്തള്ളിക്കൊണ്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത്. ഈവൻ BJPയുടെ പോലും ഫോളോവേഴ്സിനെ മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിലുള്ള ശക്തി? ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഒരു സ്പേസിനെ കവർന്നു തിന്നുകയാണോ ഈ കൂറകൾ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇപ്പോ ഗൗതം ചോദിച്ച ചോദ്യത്തിലെ അവസാന ഭാഗമുണ്ടല്ലോ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി അത് ശരിക്കും ആർക്കെതിരെയാണ് എന്ന് പോലും ഇപ്പൊ നമുക്ക് വ്യക്തമല്ല. എങ്കിലും അവരുടെ ഈ കുറഞ്ഞ ദിവസത്തെ അവരുടെ പ്രവർത്തനത്തിൽ ഒരു കാര്യം പുറത്തു വരുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാജയം തന്നെയാണ്. കാരണം നീറ്റ് പരീക്ഷ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ അത് ഒറ്റയടിക്ക് ക്യാൻസലായി. അതിന്റെ ചോദ്യപേപ്പർ ചോർന്നുപോയി. ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു പ്രതിഷേധം ഉയർത്തിയതോ അല്ലെങ്കിൽ ഇത്തരം ഒരു പരാജയത്തെ തുറന്നു കാണിക്കുന്നത്? അവരാകെപ്പാടെ സംസാരിക്കുന്നത് സെക്യുലറിസമാണ്. അവർക്ക് ആകെപ്പാടെ സംസാരിക്കാനുള്ളത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. അല്ലാതെ ജനകീയ പ്രശ്നങ്ങളിലൊന്നും ഇന്ത്യൻ പ്രതിപക്ഷം ഇടപെടുന്നില്ല. അതാണ് ഇന്ത്യയിൽ പ്രതിപക്ഷം താഴോട്ട് പോകാനുള്ള കാരണവും. സമൂഹത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങൾ, അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ബൗദ്ധനോ ജൈനനോ ആര് വേണമെങ്കിലും ആകട്ടെ, മതമില്ലാത്തവനും ആകട്ടെ, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ സംബന്ധമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇടപെടുന്നു. ഈ ഒരു സ്പേസ്, പ്രതിപക്ഷത്തിനുള്ള ഒരു സ്പേസ് ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി കൈയടക്കിയത്. പക്ഷേ സർക്കാരിന് പേടിയുണ്ടാവാം തീർച്ചയായിട്ടും. കാരണം ഗൗതം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി, അല്ലെങ്കിൽ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇത് പാർട്ടി എന്നൊന്നും പറയാറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ അതിന് 1.85 കോടി ഫോളോവേഴ്സ് ഉണ്ടായി. ഒന്നും രണ്ടും അല്ല, 1.85 കോടി ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ 18.5 മില്യൺ. ഇത് BJPക്കോ കോൺഗ്രസിനോ ഇത്രയധികം ഫോളോവേഴ്സ് ഇല്ല. ഇതിനെ തുടർന്ന് സർക്കാർ ഈ അക്കൗണ്ട് ട്വിറ്ററിലും ഒക്കെ ഇവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് സർക്കാർ ഫ്രീസ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ, അയാൾ പൂന സ്വദേശിയാണ്. അപ്പൊ അഭിജിത്ത് പറയുന്നത്, അഭിജിത്ത് ഇപ്പോ അമേരിക്കയിലെ ഹാർവാർഡിലാണെന്ന് തോന്നുന്നു. ഹാർവാർഡിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ്. അഭിജിത്ത് മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടീമിനെ നയിച്ചിരുന്ന ആളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു വ്യക്തിക്ക് രാഷ്ട്രീയം ഉള്ളത് ഒരു തെറ്റാണ്. ഇപ്പൊ അയാള് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രചരണത്തിന്റെ ചുമതലയുള്ളത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അയാള് ആം ആദ്മി പാർട്ടി നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല. ആം ആദ്മി പാർട്ടി ദില്ലി ഭരിച്ചിരുന്ന പാർട്ടിയാണ്, ഇപ്പോഴും പഞ്ചാബ് ഭരിക്കുന്ന പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി സ്ഥാപക നേതാവായ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള എല്ലാ അഴിമതി കേസുകളും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ ആം ആദ്മി പാർട്ടിയിൽ ഒരാൾ മുൻപ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഇപ്പം സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ ഉള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനി നമുക്കിതിൻ്റെ മുഖ്യ വിഷയത്തിലേക്ക് വരാം. മുഖ്യ വിഷയം, കഴിഞ്ഞ ഒരു 5 വർഷമായി തുടർച്ചയായി ഈ നീറ്റ് പരീക്ഷ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയം ഇതാർക്കും മൂടിവെക്കാൻ പറ്റുകയുമില്ല. ഈ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയം അത് പരാജയം തന്നെയാണ്. ഞാനത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് അത് പരാജയം അല്ലാതാവുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ആണെങ്കിൽ അത് പരാജയമാവുകയും എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലും ഒക്കെ രാഷ്ട്രീയ ചേരിതിരിവിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം പത്രപ്രവർത്തനം മാറിയിട്ട് പ്രൊപ്പഗൻഡയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രപ്രവർത്തനമില്ല. പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആര് തെറ്റ് ചെയ്താലും നമ്മളത് പറയണം.
ഇത് പ്രൊപ്പഗൻഡയുടെ ഒരു കാലം. ആ പ്രൊപ്പഗൻഡയുടെ ഒരു മറ്റൊരു രൂപമായിരിക്കാം കോക്രോച്ച് ജനതാ പാർട്ടി. അല്ലെന്നൊന്നും ഞാൻ പറയില്ല. അല്ലെന്ന് തെളിയിക്കാനോ അത് ആണെന്ന് തെളിയിക്കാനോ രണ്ടിനും ആരുടെ കയ്യിലും രേഖകളില്ല. സർക്കാർ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം, ഇത് പാകിസ്ഥാന്റെ പിന്തുണയോട് കൂടിയിട്ട് രൂപം കൊണ്ട ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആണെന്ന്, ഭാരതത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനും ഭാരതത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടതെന്നുമാണ്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ ജനസംഘവും, അതായത് ഇന്നത്തെ BJP-യുടെ പൂർവ്വരൂപമായ ജനസംഘവും ഒക്കെ എതിർക്കുമ്പോഴും ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നതും ഇത് തന്നെയാണ്. ഇന്ദിരാഗാന്ധി അന്ന് അതൊരു അട്ടിമറി ശ്രമമാണെന്നും സർക്കാരിനെതിരെ കലാപം നടത്താനായിട്ട് പോലീസിനോടും മിലിറ്ററിയോടും ആഹ്വാനം ചെയ്തു. അതിൻ്റെ പേരിലാണ് ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. എനിക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പണ്ടും പറയുമായിരുന്നു, ആദ്യം അല്ല പറയുന്നത്. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ BJP സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിലെ BJP സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതൊരു വലിയ പരാജയമാണ്. കാരണം ഉദ്യോഗസ്ഥ മേധാവിത്വം കേന്ദ്രത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും നിലനിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി എന്ന ഒരു സ്ഥാപനം, അത് ആദ്യം ഈ നീറ്റ് പരീക്ഷ നടത്തിയിരുന്നത് CBSE ആണ്. അത് എൻട്രൻസിലെ നാഷണൽ കോട്ട 15% എന്തോ മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ സീറ്റുകൾ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബാക്കി സീറ്റുകൾ സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങൾ നടത്തുന്ന എൻട്രൻസിലൂടെ ആയിരുന്നു സീറ്റുകൾ അലോട്ട് ചെയ്തിരുന്നത്. പിന്നീട് അത് CBSE-യുടെ നേതൃത്വത്തിലുള്ള ഒരു പരീക്ഷയായി. പിന്നെ CBSE മാറിയിട്ട് ഇപ്പോഴ് NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ NTA വന്നതിന് ശേഷം ഈ പരീക്ഷ പഴയതിലും കഷ്ടമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2021 അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു, കോവിഡ് കാരണമാണ്. കാരണം എന്തിൻ്റെയും കുഴപ്പങ്ങളെ നമുക്ക് കോവിഡിൻ്റെ തലയിൽ വെച്ച് ഒഴിയാം. പക്ഷെ കോവിഡും ഒരു കാരണമാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ദേശീയ തലത്തിൽ രൂപീകരിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന എല്ലാത്തരം പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു കാര്യക്ഷമതയുള്ള ഒരു പ്രസ്ഥാനം വേണം നമ്മൾ രൂപീകരിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാതെ തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ ഇതൊക്കെ വരും. എന്നിട്ട് അതിനൊക്കെ ഓരോ ന്യായീകരണവും പറയും. പിന്നീട് എനിക്ക് തോന്നുന്നു 24-ലാണെന്ന് തോന്നുന്നു ഈ പരീക്ഷയ്ക്കെതിരെ വലിയ വ്യാപക പരാതി വന്നപ്പോൾ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ചോർച്ച സംഭവിച്ചത്, ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2000-ൽ താഴെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തും. ഇപ്രാവശ്യം അങ്ങനെയല്ലല്ലോ. അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഈ അതിപ്രധാനമായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ്. IAS പോലെ പ്രധാനമാണ് നീറ്റ്. ആ സിവിൽ സർവീസ് പോലെ പ്രധാനമായ ഒരു പരീക്ഷ ഇപ്പം ഓരോ തവണ കഴിയുമ്പോഴും അവിടെ നടക്കുന്ന ക്രമക്കേടുകളുടെ ആഴവും പരപ്പും അത് നിയന്ത്രണാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അത് അവഗണിക്കാൻ പറ്റുന്നതല്ല. അക്കാര്യത്തിൽ ആരും എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇവരൊരു ഒപ്പുശേഖരണം അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അവരൊരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഈ ആവശ്യം. സർക്കാർ ഇതിനകത്തിൽ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു 10 ദിവസം മുമ്പ് രൂപം കൊണ്ട ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കോടിക്കണക്കിന് ആൾക്കാരെ സംഘടിപ്പിക്കാനും അവർക്ക് ഒരു കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ നാണക്കേടാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപ്പൊ ചിലർ പറയും ഇത് അരാഷ്ട്രീയവാദമാണെന്ന്. എന്താ രാഷ്ട്രീയവാദം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇതുപോലൊരു ഒരു വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത പാർട്ടി ആയിരിക്കണമെന്ന്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങുമ്പോഴും
ആ സമയത്ത് 1982-ലോ 83-ലോ എങ്ങാണ്ടല്ലയോ ആ സമയത്ത്, അന്ന് അതുവരെ ആ പാർട്ടി ഇല്ലായിരുന്നല്ലോ, ജനസംഘം ഉണ്ടായിരുന്നിട്ട് ജനസംഘമൊക്കെ അപ്പോഴേ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ആദ്യമായിട്ടൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ്. കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ നേതാക്കന്മാർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ബി ജെ പിയെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല, മോദിയെ കാലുകുത്താൻ അനുവദിക്കില്ല. എന്നിട്ട് മോദി കാലുകുത്തിയില്ല. ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറന്നില്ല. പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അക്കൗണ്ട് തുറന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നവര് അവര് വെറും പിന്നെ മൂഢസ്വർഗത്തിലുള്ളവരാണ്. പിന്നെ ഇവിടെ പ്രതിപക്ഷവും കോൺഗ്രസും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കോൺഗ്രസും എതിർക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കർണാടകത്തില് അവരൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ട് അത് പിന്നെ ആ വാർത്ത ഷെയർ ചെയ്യുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കർണാടക പോലീസ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇത് തന്നെയാണല്ലോ. അപ്പൊ കോൺഗ്രസിനും കോക്രോച്ച് ജനതാ പാർട്ടിയെ പേടിയുണ്ട്. ഇനി ഗൗതത്തിന് എന്തെങ്കിലും ഇതുമായിട്ട് സംബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമയപരിമിതിയായി, ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിന്റെ ഒരു പരാമർശം, ആ പരാമർശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു രൂപീകരണത്തിൽ പോലും ഒരു വഴിയൊരുക്കിയത്. അവര് സിസ്റ്റത്തെ ആക്രമിക്കുന്നവരെയൊക്കെ കോക്രോച്ച് പാരസൈറ്റ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കളിയാക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു മൂവ്മെന്റ് ആണിത്. ഇവര് 50%, ഇവരുടെ മോട്ടോയില് ആവശ്യം എന്താണ് പറയുന്നത്, 50%ഓളം സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് 10 വർഷത്തേക്ക് മാറാൻ പറ്റില്ല തുടങ്ങിയ രീതിയിലുള്ളതൊക്കെയാണ് ഇവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷന്റെ ഒരു സ്പേസിനെ കവർന്നെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചാൽ, ഗൗതം ചോദിക്കുന്നത് ഇത് ബി ജെ പിയുടെ തന്നെ സൃഷ്ടിയാണോ എന്നാണോ, അല്ലെങ്കിൽ അതൊരു അങ്ങനെ ബി ജെ പിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു അതിബുദ്ധിയാണ്, അത് വലിയ ബുദ്ധിയാണ്. കാരണം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഭരണം വിജയിക്കണമെങ്കിൽ ഭരണത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെയും സൃഷ്ടിക്കാൻ ആ പാർട്ടിക്ക് കഴിയണം. ഭരണത്തില് ഭൂരിപക്ഷം കിട്ടാൻ മാത്രമല്ല പ്രതിപക്ഷത്തെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം. ബി ജെ പിക്ക് അങ്ങനെ കഴിയുമോ? അത്രയ്ക്ക് ഒരു പ്ലാനിങ്ങും ചിന്താശേഷിയും കർമ്മകുശലതയുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബി ജെ പിയെ ഞാൻ വിലയിരുത്തുന്നില്ല. നിങ്ങൾ ചോദിക്കാതിരിക്കാം, ബംഗാളിലും ആസാമിലും ഒക്കെ അത് ബി ജെ പി ജയിച്ചു വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന അനിതര സാധാരണമായ ഒരു വീക്ഷണവും ഒരു ഉൾക്കാഴ്ചയും ഒക്കെ ബി ജെ പിക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബി ജെ പി ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവാം ഇത് പ്രതിപക്ഷത്തിന്റെ സ്പേസ് കവർന്നെടുത്തതിൽ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് സ്വാഭാവികമായിട്ടും ചില ഗ്രൂപ്പുകൾ ഇതിന്റെ പിറകിലുണ്ടാവണം. അത് ഇഷ്ടമില്ല, എനിക്ക് അവർ പാകിസ്ഥാൻകാരാണെന്നൊന്നും പറയാനുള്ള തെളിവ് എൻ്റെ കയ്യിലില്ല. കാരണം സർക്കാരിനെ അനുകൂലിക്കുന്നവർ അത് പറയുമ്പോൾ അവർക്കും തെളിവൊന്നുമില്ല. ഈ കോക്രോച്ച് പാർട്ടി പുറത്തു വിട്ടിരിക്കുന്ന അനുസരിച്ച് അവരുടെ 94% പിന്തുണയ്ക്കുന്നവരും ഇന്ത്യയിലെത്താനുള്ളവരാണെന്ന്. ഇതിനൊക്കെ കൃത്യമായ തെളിവ് അവർ ഈ രണ്ടു കൂട്ടരും ആരോപണം ഉന്നയിക്കുന്നവരും കോക്രോച്ച് പാർട്ടിയും പൊതുജന സമക്ഷം ഹാജരാക്കുന്നത് വരെ അവരുടെ ഈ പറയുന്ന അവകാശവാദങ്ങളെ അത് വെറും അവകാശവാദങ്ങളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതൊരു വസ്തുതയായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചോദിച്ചോളൂ ഇത്. സാർ, ഇതിൽ എന്താണ്, നമുക്കറിയാം 2014 യൂത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരിക എന്നൊക്കെ ഉള്ളത്. അത് ഒരു മാറ്റം പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അണ്ണാ ഹസാരയുടെ മൂവ്മെൻ്റ് ഒക്കെ വലിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ അഭിജിത് ദീപ്കെ പോലും ഒരു കാര്യം കുറിച്ചിട്ടുണ്ടായിരുന്നു, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് യൂത്ത് എന്ന്. അപ്പം ഇതൊക്കെ എന്തിൻ്റെയൊക്കെ സൂചനയാണോ എന്നുള്ളതാണ്. അല്ല, ലോകത്ത് എല്ലായിടവും ഭരണമാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് യുവാക്കളാണ്. അപ്പൂപ്പന്മാരും മധ്യവയസ്കരും ഒക്കെ പലപ്പോഴും അവരുടെ വാർദ്ധക്യത്തിന്റെ അവശതകളും കൈകാല് വേദനയും നടുവേദനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി അങ്ങനെ പ്രവർത്തിക്കുന്നതിലൊക്കെ പരിമിതികളുണ്ട്. ഏത് വെല്ലുവിളികളെയും നേരിടാനും എത്ര ഒരു കൊടുങ്കാറ്റുകൾ വന്നാലും കാലുറപ്പിച്ച് നിൽക്കാനും കഴിവുള്ളത് ചെറുപ്പക്കാർക്ക് തന്നെയാണ്. പക്ഷേ ആ ചെറുപ്പക്കാരെന്ന് പറയുന്നവര് ഈ വെറുതെ തെരുവിലിറങ്ങി ബഹളം വെക്കുന്ന ഒരു കൂട്ടത്തിന് ഇന്ത്യയിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ അത്ര വലിയ രാജ്യവും വൈവിധ്യമുള്ള രാജ്യവുമാണ്.
ഇവിടെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ സമയപരിമിതിയിൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കുക. അതായത് ഈ BJP സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇപ്പം ഇറാനിലെ ഭരണകൂടത്തെ ഇതുപോലെ യുവാക്കളെയും പെൺകുട്ടികളെയും ഒക്കെ ഇളക്കി വിട്ട് അട്ടിമറിക്കാമെന്ന് അമേരിക്ക വിചാരിച്ചു. നടന്നില്ല. എന്താണ് അത്? തിയോക്രസിയാണ്. അതായത് മതത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ പിൻബലത്തോടു കൂടി നടത്തുന്ന ഒരു ഭരണാധികാരിയെ സാധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഭരണാധികാരിയെ അട്ടിമറിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരുപാട് ആദർശങ്ങളിൽ, ആവശ്യങ്ങളിൽ, നടപടികളിലൊക്കെ തന്നെ ഈ പറയുന്ന ആത്മീയ, സാംസ്കാരിക, മതപരമായിട്ടുള്ള ഒരുപാട് അംശങ്ങൾ അതിൽ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അംശം കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ സ്വീകാര്യതയും പിന്തുണയും ഈ വെറുതെ 2 ദിവസം തെരുവിലിറങ്ങി ബഹളം വെക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പരമാവധി ആയുസ് 100 കൊല്ലമാണ്. നിങ്ങൾ ഈ പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടല്ലോ, 1920കളിൽ റഷ്യൻ വിപ്ലവം ഒക്കെ നടന്ന്, ആ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ പോയി? സ്റ്റാലിനെയും ലെനിനെയും ഒക്കെ പോലുള്ള മഹാന്മാരായ നേതാക്കന്മാര് ഇപ്പൊ എവിടെ പോയി? റോഡിൽ അവരുടെ പ്രതിമ പോലും വെക്കാൻ പറ്റത്തില്ല. 1937 ഇന്ത്യയിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇന്ത്യയിൽ എവിടെ കിടക്കുന്നു? പാർട്ടിക്കാരൊക്കെ വിചാരിക്കും ഇത് അങ്ങ് കൽപ്പാന്ത കാലത്തോളം നിൽക്കും. ഇതിലൊരു കാര്യം എന്താണ്, രാഹുൽ ഗാന്ധി, നമുക്കറിയാം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും അടിക്കാനായിട്ട് ഉപയോഗിച്ചൊരു പ്രയോഗം എന്ന് പറയുന്നത് CJP എന്നുള്ളതാണ്. ഒരു ധാരണയുണ്ട്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ കമ്മ്യൂണിസം ഇല്ലെന്നേ ഉള്ളൂ, കോക്രോച്ച് ഉണ്ട്, ജനതാ പാർട്ടിയും ഉണ്ട്. അല്ല, രാഷ്ട്രീയ പാർട്ടികൾ നശിക്കുന്നത് അടവ് നയം സ്വീകരിക്കുമ്പോഴാണ്. ഈ അടവ് നയമാണ് ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസ് ശരിക്കും പിന്നെ ഈ കോൺഗ്രസ് ജനതാ പാർട്ടിയും ഉണ്ട്, CPM ജനതാ പാർട്ടിയും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഈ 3 പാർട്ടികളും തമ്മിൽ ഒരുപാട് അന്തർധാരകളുണ്ട്. ഈ അന്തർധാരകളില്ലാതെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞുകൂടെ അതിൻ്റെ ഒരു ബാക്കിയൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഒരു 50 or 100 കൊല്ലത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പില്ല. ഒരാശയത്തിനും അതിനപ്പുറത്തേക്ക് പോകാനുള്ള ശേഷിയില്ല. മതങ്ങൾ അതല്ല. മതങ്ങൾ ഇവിടെ ഈ ലോകത്തിൽ നിൽക്കുന്നത് 1000 കൊല്ലത്തിലധികമായിട്ടാണ്. ഹിന്ദു, ക്രൈസ്തവ, ഇസ്ലാം, ഈ മതങ്ങളൊക്കെ തന്നെ 1000 കൊല്ലത്തിലധികമായിട്ടുണ്ട്. ഈ മതങ്ങൾ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കും. അപ്പൊ ഈ മതത്തെ നേരിടാൻ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിവുണ്ടെന്ന് പറയുന്നത് മൂഢന്മാർ കേരളത്തിലായി ഏറ്റവും കൂടുതലുള്ളത്. മതം രാഷ്ട്രീയത്തെക്കാൾ എത്രയോ ആഴത്തിൽ വേരൂന്നിയ മനുഷ്യന്റെ സൈക്കോളജിക്കൽ, അതായത് മനുഷ്യന്റെ റേഷ്യൽ അൺകോൺഷ്യസി വരെ കിടക്കുന്ന ഒരു കാര്യമാണ്. ആ മതത്തിന്റെ ശക്തിയോടുകൂടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അട്ടിമറിക്കാൻ ഒരിക്കലും ഒരു ക്രൗഡിന് സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു പറയും. അങ്ങനെ താൽക്കാലികമായിട്ട് മാറുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ അതായത് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും അല്ല ഇനി വരുന്ന BJPയുടെ നേതാക്കന്മാർ. ഹൈമന്ത ബിശ്വ ശർമ്മയും നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരിയും ഒക്കെയാണ്. അവരുടെ ഒരു ബ്രാൻഡ് ഹിന്ദുയിസം നിങ്ങൾ കാണാനിരിക്കുന്നത് ഇപ്പൊ തന്നെ അവിടെ ആ സംസ്ഥാനങ്ങളിൽ അത് വ്യക്തമാണ്. RSSന്റെ ബ്രാൻഡിനേക്കാളും ചൂടുള്ളത്. എന്തായാലും ശരി, കോക്രോച്ച് ജനതാ പാർട്ടി BJPയുടെ പരിമിതികളിൽ നിന്നുണ്ടായ പാർട്ടിയാണ്. BJPയുടെ കഴിവുകേടുകളിൽ നിന്നുണ്ടായ മൂവ്മെന്റ്. അതിൽ എനിക്ക് സംശയമില്ല. അവർക്ക് ഇത് ഏതാണ്ട് വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.